95-ാം ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായ്ക്ക് ക്നാനായ സുറിയാനി സമുദായത്തിൻ്റെ അധിപതിരാസനത്തിൻ്റെ ജന്മദിന ആശംസകൾ എത്രയും പ്രാർത്ഥനാപൂർവം ആദ്യം തന്നെ നേരട്ടെ. ക്നാനായ സുറിയാനി അധിപതിരാസനം സമുദായവുമായി ഏറ്റവും സുദൃഢമായ ബന്ധം എന്നും നിലനിർത്തുന്നുവെന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആഴമായ സത്യങ്ങൾ, ഗഹനങ്ങളായ വിഷയങ്ങൾ നർമ്മബോധത്തോടെ അവതരിപ്പിക്കുന്നതിന് ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി അക്കാര്യത്തിൽ അതുല്യനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ചിരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും, എന്നാൽ ചിരിപ്പിക്കാൻ കഴിയുന്നവർ ന്യൂനപക്ഷമാണെന്ന് നമുക്കറിയാം. അതും സനാതനങ്ങളായ സത്യങ്ങൾ, അപ്രിയങ്ങളായ സത്യങ്ങൾ പോലും എത്രമാത്രം മനുഷ്യനെ ആകർഷിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നുവെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൃപയും അനുഗ്രഹവും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം വായിക്കേണ്ടതില്ല, ദിനപത്രങ്ങളാണ് വായിക്കേണ്ടതെന്ന് താൻ സദസ്സിനോട് പറയുമ്പോൾ വാസ്തവത്തിൽ അത് കേൾക്കുന്ന സദസ്സ് തികച്ചും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഒരു മെത്രാപ്പോലീത്തായിൽ നിന്ന് കേൾക്കുന്ന ഭാവ വ്യത്യാസങ്ങളിൽ അവർ നിൽക്കുന്നതായി അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് വിശദീകരിക്കുമ്പോഴാണ് വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുവാനുള്ളതാണ്, ദിനപത്രങ്ങൾ വായിക്കുവാൻ മാത്രമുള്ളതാണ് എന്ന് വിശദീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് എന്താണ് തിരുമേനി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ മലങ്കര സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ലോകമൊക്കെയിലും അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന നക്ഷത്രമായി ശോഭിക്കുന്ന അഭിവന്ദ്യനായ മോർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്ത തിരുമനസിന് ഒരിക്കൽ കൂടെ ക്നാനായ സമുദായത്തിൻ്റെ എല്ലാ വൈദികരുടെയും ദൈവജനത്തിൻ്റെയും ഒപ്പം എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള ജന്മദിന ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരട്ടെ. ദൈവം ദീർഘായുസ്സും സകലവിധ കൃപകളും തുടർന്നും അഭിവന്ദ്യ തിരുമേനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.